കാവ്യ നീ 8 മണിക്ക് വിളിക്കുന്നില്ല. ഞാൻ കിച്ചണിലാണ് ആരാൻ വിളിക്കുമ്പോ. എന്നാലും ഒന്ന് എന്നെ വിളിക്കണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു അല്ലേ? എന്നാലും നിന്നെ എത്രയാണ് സ്നേഹിച്ചതാണ്. എന്ന് വെച്ച് വിളിക്കണ്ടേ? പിടിച്ചില്ലെങ്കിൽ അല്ലെന്നെ ഇട്ടിട്ട് പോവോ? ബ്രേക്കപ്പ് പോവില്ല. പോവോ? ഇല്ല. പോയാ കൊല്ലും ഞാൻ. അയ്യോ കരയോ? ഇല്ല. ചിരിച്ചേ. ആ ചിരിയിൽ വീണുപോയി. അലനോട് കരിഞ്ഞ് പുള്ളിക്ക് പിടിച്ചില്ല. അലിന് സങ്കടം വരുന്നു. കരഞ്ഞോ നീ? കരിഞ്ഞ് ചെറുതായിട്ട്. എന്തിനായിരുന്നു അത്? ഞാനങ്ങനെ പറയുമ്പോ അല്ലേ ഫീൽ ആയിനാ. ഇഷ്ടമുള്ളവർ തോന്നിപ്പോയി. നല്ലൊരു നടിയാണ്. നല്ലൊരു അഭിനയം ആകട്ടെ. വർക്ക് കിട്ടട്ടെ. അപ്പൊ നമ്മളിപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. എനിക്കോ? എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം എനിക്ക് ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അലനായാലും ആറാട്ടണ്ണനായാലും വിഷ്ണു ആയാലും എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ഫ്രണ്ടാണ്. എപ്പോൾ കണ്ടാലും എവിടെ നിന്ന് മിണ്ടാൻ പറ്റുന്നത്. ടനീനെ പോലെയാണ് അല്ലേ? ഞങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മറ്റേ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നല്ലതാണോ, നല്ല ഒരു സൗഹൃദമാണോ അല്ലെങ്കിൽ മോശം സൗഹൃദമാണോ? അത് ചോദിച്ചായിരുന്നു. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അലൻ്റെ സുന്ദരിമാരുടെ. അപ്പോൾ എന്നോട് ചോദിച്ചു ആ യൂണിവേഴ്സിൽ പോവാണോ. അപ്പോൾ അങ്ങനെ ഇവരെ ഒരു യൂണിവേഴ്സായിട്ട് കണക്കാണ്. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. എല്ലാവരും ഇപ്പോൾ ലാലേട്ടനെ പോലെ അല്ലെങ്കിൽ മമ്മൂക്കിനെ പോലെ എല്ലാവർക്കും ആവാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അലൻ്റെ കഴിവ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ നമ്മളോട് ഒരാൾ വന്ന് നല്ല രീതിയിൽ സംസാരിക്കുക, മിണ്ടിയ അവരോട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു ദിവസം എന്തായാലും മരിച്ചു. നമ്മളെന്തിനാണ് ഈ ആൾക്കാരെ അവോയ്ഡ് ചെയ്യാനൊക്കെ നിൽക്കുന്നത്? അപ്പോൾ ആ രീതിയിലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് റെസ്പെക്റ്റ്, ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. എന്നോട് ഇങ്ങോട്ട് മര്യാദയ്ക്ക് സംസാരിക്കുന്നവരോട് ഞാനും മര്യാദ, അല്ല പിന്നെ ഞാനും വെറും കുതിര ഒറ്റ എനിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ടീംസൊക്കെ ഭയങ്കര ഇതായിട്ട് ചെയ്താണ്. ഓണത്തിൻ്റെ കളികളാകുമ്പോൾ ഭയങ്കര രസമല്ലേ? ഓണത്തിൻ്റെ കളികൾ സുന്ദരിക്ക് സ്പൂൺ റൈസ്, പിന്നെ സ്പൂൺ റൈസ്, ലെമൺ റൈസ്, ചാക്കിലോട്ടം, പിന്നെ എന്താ പറയണം, പിന്നെ ബലൂൺ പൊട്ടിക്കുന്നില്ലേ? പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഉറിയടി. നമ്മുടെ അടുത്ത പരിപാടി ഷോയിൽ എന്തായാലും എല്ലാം ഉൾപ്പെടുത്തും. ബലൂൺ പൊട്ടിക്കുന്ന പരിപാടി എന്തായാലും ഉണ്ടാവല്ലോ. തൊടിയെന്ന് പറയുമ്പോൾ എന്തായാലും ഐഡിയാസ് കിട്ടുമ്പോൾ ഐഡിയാസ് എന്തായാലും മര്യാദക്കുള്ള ക്യാപ്ഷൻ ഇട്ടിട്ട് കൊടുക്കണം. അല്ല തന്നെ ഞാൻ ഏറില്ല. ഈ പെരേരനെ പറ്റി എന്താ അഭിപ്രായം? പെരേരനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം. എനിക്കൊരു അനിയനെ പോലെ കേട്ടോ, ബ്രദറായിട്ടൊരു ഫീലാണ്. എന്നെ ചേച്ചിന്ന് എപ്പോഴും വിളിക്കുള്ളൂ. നല്ല കമ്പനിയാണ്. എനിക്ക് കറിയൊക്കെ വിളമ്പിയൊക്കെ തന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. പോയോ പെരേര എന്നോട് പ്രപ്പോസ് ചെയ്തല്ലേ? എന്നെ വിട്ടു ഒന്ന് കഴിച്ചത് അഭിനയിച്ചാണ്. പോവോ? അല്ല എന്നെ ഫോൺ വിളിക്കുന്നു. ഫോൺ വിളിക്കണം. നേരിട്ട് കണ്ടന്റാണ്. അല്ല, ഇപ്പൊ ഞങ്ങളൊരു ഇത് തരാണ്. നിനക്കിപ്പോ സിനിമയിലൊരു റൊമാൻറ്റിക് സീൻ അഭിനയിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യും? നിന്റെ രീതിയിലൊന്ന് പ്രപ്പോസ് ചെയ്തു. ആക്ടിങ് നോക്കട്ടെ. ഇല്ല, ഞങ്ങള് കണ്ടിട്ടില്ല. നിങ്ങളെ കാണിക്കാതെല്ലാം കാണിക്കണം.